ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി 14 സഭ വിശുദ്ധ ദേവസഹായ പിള്ളയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭാരതത്തിലെ ആദ്യത്തെ ആത്മായ രക്തസാക്ഷിയാണ് വിശുദ്ധ ദേവസഹായം പിള്ള. ആരാണ് ഈ ദേവസഹായം? നമ്മൾ കാണുന്നത് ഏപ്രിൽ 23 1712 വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായിട്ട് മരുതുകുളങ്ങര തറവാട്ടിൽ നട്ടാലം എന്ന ഗ്രാമത്തിൽ നീലകണ്ഠൻ പിള്ള ജനിച്ചു. സാമ്പത്തികമായി ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്ന ആ നായർ കുടുംബത്തിൽ ജനിച്ച നീലകണ്ഠൻ പിള്ള നല്ല വിദ്യാഭ്യാസം ലഭിച്ചു, കായിക അഭ്യാസങ്ങൾ ലഭിച്ചു. അദ്ദേഹത്തിന്റെ കഴിവിൽ ആകൃഷ്ടനായിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ മാർത്താണ്ഡവർമ്മ നീലകണ്ഠൻ പിള്ളയെ കാര്യദർശിയായിട്ട് നിയമിച്ചു. ഈ കാര്യദർശിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും മറ്റു നിർമ്മാണ മേഖലകളിലൊക്കെ ശ്രദ്ധ ചെലുത്തുവാനും നീലകണ്ഠൻ പിള്ളയെ രാജാവ് നിയമിക്കുകയാണ്. ആ സമയത്താണ് തക്കല കൊട്ടാരത്തിന്റെ പണി നടക്കുന്നത്. ആ പണിയുടെ മേൽനോട്ടം വഹിക്കുന്നതും നീലകണ്ഠൻ പിള്ള തന്നെ. അതോടൊപ്പം പത്മനാഭ കൊട്ടാരത്തിന്റെ കാര്യദർശിയായിട്ട് നീലകണ്ഠൻ പിള്ള തന്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് 1741 കുളച്ചൽ യുദ്ധം ഉണ്ടാകുന്നത്. ചരിത്രപരമായിട്ട് നമുക്കറിയാം, കുളച്ചൽ യുദ്ധത്തിൽ വെച്ചാണ് ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നത്. ആ യുദ്ധത്തിൽ 20ഓളം ഡച്ചു സൈനികരെ യുദ്ധത്തടവുകാരായിട്ട് പിടിക്കുന്നുണ്ട്. അതിൽ സൈനിക മേധാവിയായിരുന്ന ഡിലനായി, അദ്ദേഹവും യുദ്ധത്തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു. ഈ ഡിലനായി ഒത്തിരിയേറെ കഴിവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ പരിശീലനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ മാർത്താണ്ഡവർമ്മ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉദയഗിരി കോട്ട നിർമ്മിക്കുകയും ആ കോട്ടയിൽ വിശുദ്ധ മിഖായിലിന്റെ നാമത്തിൽ ഒരു ദേവാലയം ഡിലനായി പണികഴിച്ചു. ആ കോട്ടയിൽ തന്നെയാണ് ഡിലനായുടെ ശരീരവും മറവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇന്നും നമ്മൾ ഈ ഉദയഗിരി കോട്ട നമ്മൾ കാണുന്നു. ഒത്തിരിയേറെ ചരിത്രപര പ്രാധാന്യമുള്ള ആ കോട്ട ഇന്ന് തകർന്നു കിടക്കുകയാണ്. അതിലെ ദേവാലയവും അൾത്താരയും എല്ലാം തകർന്നു കിടക്കുന്നത് അവിടെ പോയിട്ടുള്ള നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ ഡിലനായി അദ്ദേഹം തന്റെ വിശ്വാസപരമായ ജീവിതത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിരുന്നില്ല. അദ്ദേഹം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം നിരന്തരമായിട്ട് ബൈബിൾ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ സമയത്താണ് നീലകണ്ഠൻ പിള്ള ഈ ഡിലനായുമായിട്ട് അടുത്ത ഇടപഴകുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നത്. നീലകണ്ഠൻ പിള്ള ശ്രദ്ധിച്ചിരുന്നു ഈ ഡിലനായുടെ വിശ്വാസത്തെ സംബന്ധിച്ച്. അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിലും തന്റെ ആത്മീയമായ കാര്യങ്ങൾ പരിശീലിക്കുന്നത് കണ്ടുകൊണ്ട് ഡിലനായുമായി നീലകണ്ഠൻ പിള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയാണ്. വലിയ തറവാടായിരുന്നു നീലകണ്ഠൻ പിള്ളയുടെ. എങ്കിലും തറവാട്ടിൽ ഒത്തിരിയേറെ ദുർമരണങ്ങൾ, രോഗങ്ങൾ, മറ്റു വിധത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ തന്റെ തറവാടിനെ പിടിച്ചു കുലുക്കുന്ന കാര്യം നീലകണ്ഠൻ പിള്ള ഡിലനായുമായിട്ട് പങ്കുവച്ചു. ഡിലനായി അദ്ദേഹത്തെ ഉപദേശിച്ചു, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്താൽ പരിഹരിക്കപ്പെടുമെന്ന് ഡിലനായി നീലകണ്ഠൻ പിള്ളയെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒത്തിരി കഴിയുമ്പോ ഡിലനായിയോട് നീലകണ്ഠൻ പിള്ള ചോദിക്കുകയാണ്, എനിക്ക് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കണമെന്ന്. ആ സമയത്തു തന്നെ നീലകണ്ഠൻ പിള്ള ഭാർഗവിയമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നീലകണ്ഠൻ പിള്ള വടക്കുംകുളത്തുള്ള സ്വർഗാരോപിത മാതാവിന്റെ ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് ബുദ്ധാരി എന്ന് പറയുന്ന വൈദികനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു 33-ാമത്തെ വയസ്സിൽ. നീലകണ്ഠൻ പിള്ള 33-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ചപ്പോ വിശുദ്ധ ബൈബിളിലെ ലാസർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ദൈവം സഹായിക്കുന്നു. ആ നാട്ടുഭാഷ അനുസരിച്ച് ദേവ സഹായം പിള്ള എന്ന അദ്ദേഹത്തിനെ വിളിക്കുവാനായിട്ട് തുടങ്ങി. ആ ദേവസഹായം പിള്ള വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പീഡനങ്ങൾ ഉണ്ടായി. കാരണം ജനങ്ങൾ, കുടുംബക്കാർ, തറവാട്ടുകാർ ഇവന്റെ വിശ്വാസത്തെ പ്രതി ഇവനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി, പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ബ്രാഹ്മണർ രാമയ്യൻ ദളവയുടെ അടുക്കൽ പോയി നീലകണ്ഠൻ പിള്ളയെ കുറിച്ച്, ദേവസഹായം പിള്ളയെ കുറിച്ച് പരാതി പറഞ്ഞു. ഈ രാമയ്യൻ ദളവ ദേവസഹായം പിള്ളയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കണമെന്നും ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചാൽ ഒത്തിരിയേറെ പാരിതോഷികങ്ങൾ നൽകാമെന്നും തന്റെ ജോലിയിൽ ഉന്നതമായ സ്ഥാനം നൽകാമെന്നൊക്കെ രാമയ്യൻ ദളവ ദേവസഹായത്തോട് പറയുന്നുണ്ട്. എന്നാൽ ദേവസഹായം പിള്ള തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായില്ല. തന്റെ യേശുവിനെ ഉപേക്ഷിക്കാൻ ദേവസഹായം പിള്ള തയ്യാറാവാതിരിക്കുമ്പോ രാമയ്യൻ ദളവ ദേവസഹായ പിള്ളയോട് പറയുന്നുണ്ട്, നീ നിന്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ കൊല്ലപ്പെടും, നിന്നെ കൊല്ലും. അവൻ പറയുന്നു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ എന്റെ യേശുവിനെ ഉപേക്ഷിക്കില്ല എന്ന്. അങ്ങനെ അവർ ദേവസഹായം പിള്ളയെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് ദേവസഹായം പിള്ളയെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർ കഴുത്തിൽ വെള്ള ഉരുക്കുമാല അണിയിക്കുന്നുണ്ട്. വെള്ള ഉരുക്കുമാല കഴുത്തിൽ അണിയിച്ചുകൊണ്ട് അവനെ റോട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കാണുന്നവരെല്ലാം അവനുണ്ടായ ഈ ജീവിതാവസ്ഥയെ കുറിച്ച് ഇവനെ അപമാനിതനാക്കി ഇനി ആരും യേശുവിലുള്ള വിശ്വാസം സ്വീകരിക്കാൻ പാടില്ല എന്ന ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദേവസഹായ പിള്ളയെ റോട്ടിലൂടെ അവർ കൊണ്ടുപോവുകയാണ്. കൊടിയ പീഡനമാണ്. ഈ കൊടിയ പീഡനത്തിൽ ശരീരമെല്ലാം ഇങ്ങനെ മുറിയുന്ന ശരീരത്തിൽ, രക്തമൊഴുകുന്ന ശരീരത്തിൽ അവർ നല്ല മുളക് കുഴച്ചുകൊണ്ട് ആ മുറിവുകളിലൊക്കെ വെച്ചു തേക്കുന്നുണ്ട്. ഉറുമ്പുകളെ ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട്, മുറിവുള്ള ശരീരത്തിലേക്ക് ഉറുമ്പുകളെ ഇട്ടുകൊണ്ട് ഉറുമ്പുകളുടെ കടികളേൽക്കുന്നുണ്ട്. പിന്നീട് ആകുമ്പോ അവന്റെ ശരീരത്തിൽ മുളക് തേക്കുന്ന അവസരത്തിൽ അവന്റെ മുറിവുകൾ ഈ മുളക് പൊടിയാൽ സൗഖ്യപ്പെടുന്നതായും ഉണങ്ങുന്നതായിട്ടും നമ്മൾ ദേവസഹായം പിള്ളയുടെ ജീവചരിത്രത്തിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് അവർ അവനെ മുട്ടിടിച്ചാൻ പാറ, നമ്മൾ ഇന്നും ദേവസഹായ പിള്ളയുടെ സ്ഥലം പോയിട്ടുള്ളവർക്കറിയാം, മുട്ടിടിച്ചാൻ പാറയിൽ ചെല്ലുമ്പോ ആ വഴിയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ദേവസഹായം പിള്ള കുടിക്കുവാനായിട്ട് വെള്ളം ചോദിക്കുന്നുണ്ട്. എന്നാൽ കുടിക്കുവാനായിട്ട് വെള്ളം ചോദിക്കുമ്പോ അവനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന പടയാളികൾ അവർ അവനെ അഴുക്കുവെള്ളം കോരിക്കൊടുക്കുന്നു. എന്നാൽ ദേവസഹായം പിള്ള ആ അഴുക്കുവെള്ളം സ്വീകരിക്കാനോ കുടിക്കാനോ തയ്യാറാകുന്നില്ല. തന്റെ കൈമുട്ടുകൊണ്ട് പാറയിൽ ദേവസഹായം പിള്ള ഇടിക്കുകയാണ്. കൈകൊണ്ട് പാറയിൽ ഇടിക്കുമ്പോ ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകിയെന്നും അതിൽ നിന്നും ദേവസഹായം പിള്ള ആ വെള്ളം കുടിച്ചുവെന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നത്. ദേവസഹായം പിള്ളയെ
ഇത്രയും കൊടിയ പീഡനങ്ങൾ നടത്തി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഇടയ്ക്ക് വെച്ച രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കും, ഇപ്പോൾ അവനെ കൊല്ലണ്ട. ആരാച്ചാരോട് പറഞ്ഞു, നീ അവനെ കൊണ്ടുപോയി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിക്കുക. ആരാച്ചാർ ദേവസഹായം പിള്ളയെ കൈകാലുകൾ ബന്ധിച്ച തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മരത്തിന്റെ ചുവട്ടിൽ പട്ടിയെ പോലെ കെട്ടിയിട്ടു. പട്ടിയെ പോലെ കെട്ടിയിട്ട് പട്ടിണിയിട്ടും വെള്ളം കൊടുക്കാതെയും അവനെ കുട്ടിയമായ പീഡനത്തിലൂടെ ദേവസഹായം പിള്ള കടന്നു പോവുകയാണ് വർഷങ്ങളോളം. ആ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ ദേവസഹായം പിള്ളയെ കാണാൻ വരുന്നു. അവർ ദേവസഹായം പിള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രാർത്ഥനകൾ അപേക്ഷിക്കുന്നു. അവിടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ ദേവസഹായ പിള്ളയുമായിട്ട് പങ്കുവെക്കുന്നു. പിന്നീട് അവർ തിരിച്ചു വന്നുകൊണ്ട് ദേവസഹായ പിള്ളയ്ക്കോട് നന്ദി പറയുന്നതൊക്കെ ഈ ആരാച്ചാർ കാണുന്നുണ്ട്. ഒരു ദിവസം ഈ ആരാച്ചാർ ദേവസഹായ പിള്ളയുടെ അടുത്തു പോയിട്ട് പറയുന്നു തന്റെ ജീവിതത്തിലെ ആ വലിയ സങ്കടത്തെ കുറിച്ച്. വിവാഹം കഴിഞ്ഞിട്ടും ആരാച്ചാർക്ക് ഒരു മക്കളില്ല. ആ സങ്കടം ദേവസഹായം പിള്ളയോട് പറയുകയാണ്. അപ്പോൾ ദേവസഹായം പിള്ള ആരാച്ചാരോട് പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുമെന്ന്. ദേവസഹായം പിള്ള പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അടുത്ത വർഷമായപ്പോ ആരാച്ചാർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. ആരാച്ചാർക്ക് വലിയ വിശ്വാസമുണ്ടായി ദേവസഹായം പിള്ളയിൽ. ദേവസഹായം പിള്ളയോട് ആരാച്ചാർ പറയുകയാണ്, ഞാൻ നിന്റെ കൈകാലുകളിലെ ബന്ധനങ്ങളൊക്കെ അഴിച്ചുവിടാം, ഞാൻ നിന്നെ ഇവിടെ നിന്ന് അഴിച്ചുവിടാം, നീ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോളൂ, എവിടെയെങ്കിലും പോയി നീ ജീവിച്ചോളൂ. എന്നാൽ ആരാച്ചാരുടെ ഈ വാക്ക് കേൾക്കാൻ ദേവസഹായം പിള്ള തയ്യാറായില്ല. ദേവസഹായം പിള്ള അവന്റെ വാക്ക് സ്വീകരിക്കാതിരിക്കുമ്പോ രാജാവ് അറിയുന്നു, ഇവൻ ജീവിച്ചിരിക്കുന്നത് വലിയ അപകടമാണ്. ഇവൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഒത്തിരിയേറെ പേർ ഇവനിൽ വിശ്വസിക്കുന്നു. ഇവൻ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നു. അവർ ക്രിസ്തുമതം സ്വീകരിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് ഇവനെ ഇനി എത്രയും വേഗം കൊന്നുകളയണം. ഈ ഒരു തീരുമാനത്തിലാണ് രാജാവ് എത്തിച്ചേരുന്നത്. അങ്ങനെ വീണ്ടും അവർ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അരുവാമൊഴി എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവനെ കെട്ടിയിട്ടു. കാണുന്നവരെല്ലാം അവനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. അവിടെ അവന് ഭക്ഷണം കൊടുത്തില്ല. ജനങ്ങളൊക്കെ അവനെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമൊക്കെ ആ വഴിയിലൂടെ കടന്നുപോയി. ദേവസഹായം പിള്ള ഇതിലൊന്നും തളരുന്നില്ല, ഒട്ടും ഭയമില്ല. അവന് മുളക് പൊടിയൊക്കെ അവന്റെ മേത്ത് തേച്ചിട്ടും അവൻ അതിനെക്കുറിച്ചൊന്നും ആരോടും പരാതി പറയുന്നില്ല, ആരെയും പഴിക്കുന്നില്ല, ആരെയും കളിയാക്കുന്നില്ല. തന്റെ വേദനകളുടെ പേരിൽ അവൻ ആരെയും കുറ്റം പറയുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 12-4 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന. ഒരുപക്ഷെ ദേവസഹായം പിള്ള ഈ ഒരു ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് അവൻ കേട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അവന്റെ പീഡനങ്ങൾ അവൻ ഭൂമിയിലെ രാജാവിനെയോ മറ്റു സിൽബന്ദികളെയൊന്നും അവൻ കണക്കിലെടുക്കാതെ അവൻ യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി അവൻ മരിക്കുവാൻ തയ്യാറാവുകയാണ്. ഈ ദേവസഹായം പിള്ളയെ ഈ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഡിലനായി ഒരു കാര്യം ദേവസഹായം പിള്ളയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് കുമ്പസാരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. കുമ്പസാരിക്കാനുള്ള സൗകര്യം ദേവസഹായം പിള്ളയ്ക്ക് ഒരുക്കി കൊടുക്കുകയും കുമ്പസാരക്കാരനായ വൈദികൻ ദേവസഹായ പിള്ളയോട് സഭയിലെ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ അവനെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി സഭ ആരംഭകാലം മുതൽ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച്, രക്തസാക്ഷികളെ കുറിച്ചൊക്കെ ആ കഥകൾ ആ കുമ്പസാരക്കാരൻ ദേവസഹായം പിള്ളയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ രക്തസാക്ഷിയാകാൻ വേണ്ടി ദേവസഹായം പിള്ളയ്ക്ക് വളരെയധികം പ്രചോദനമായിട്ട് തീരുന്നുണ്ട്. പിന്നീട് അവനെ അവിടെ നിന്ന് അവർ കാറ്റാടി മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാറ്റാടി മലയിൽ കൊണ്ടുപോയി കൊല്ലുവാൻ തീരുമാനിച്ചു. നമ്മൾ ഇന്നും
ആ ദേവസഹായം പിള്ളയുടെ ആ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് ഇന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് ചെന്നെത്താനായിട്ട് പറ്റില്ല. വലിയ മല, ഇത് പാറകൾ കൊണ്ടുള്ള മലയാണ്. അന്ന് ആ കാറ്റാടി മലയിൽ കൊണ്ടുപോയി കൊല്ലുവാൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ അവിടേക്ക് ഇവന് നടന്നെത്താൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു മരക്കൊമ്പിൽ കൈയും കാലും കെട്ടി തൂക്കിയിട്ടുകൊണ്ട് അവർ അവനെ കാറ്റാടിമലയുടെ മുകളിൽ കൊണ്ടുപോയി. ഈ കാറ്റാടിമലയുടെ മുകളിൽ കൊണ്ടുപോയിക്കൊണ്ട് 5 പ്രാവശ്യം അവനെ വെടിവെക്കുകയാണ്. 5 പ്രാവശ്യം വെടിവെച്ച് കഴിയുമ്പോ അവന്റെ ശരീരം അവർ കാട്ടിലേക്ക് തള്ളിയിടുന്നു. ആ വെടിയിൽ നിന്ന് അവിടെ പാറ പൊട്ടുകയും പാറ വലിയൊരു മണിനാദ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അവനെ കൊല്ലാൻ വന്നവർ ഈ മണിനാദം കേട്ട് ഓടി രക്ഷപ്പെടുകയാണ്. അവർ അവന്റെ ശരീരത്തെ കുറ്റിക്കാട്ടിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടുന്നു. വലിയ ഒരു മണിനാദം, ആ മണിനാദം കേട്ട് കൊല്ലാമെന്നവർ പേടിച്ച് തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവന്റെ മൃതശരീരം ആ കാട്ടിൽ കിടന്നു. പിന്നീട് അവനെ അന്വേഷിച്ചു വരുമ്പോ മൃതശരീരം അവിടെ അഴിഞ്ഞ് ദേവസഹായ പിള്ളയുടെ അസ്ഥിക്കൂട മാത്രമാണ് പിന്നീട് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ദേവസഹായ പിള്ളയുടെ മൃതശരീരം എടുത്തുകൊണ്ട് അവർ നാഗർകോവിലിലെ കോട്ട രൂപതയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ദേവാലയത്തിൽ കൊണ്ടുപോയി അവന്റെ മൃതശരീരം അടക്കം ചെയ്യുന്നുണ്ട്. 1990 ഒരു ഹിന്ദു ബാലന് രോഗസൗഖ്യം ലഭിക്കുമ്പോഴാണ് ദേവസഹായം പിള്ളയുടെ വിശുദ്ധനാക്കുവാനുള്ള സഭയിലെ പ്രക്രിയകൾ ആരംഭിക്കുന്നത്. 2012 ഡിസംബർ 2-ാം തീയതി നാഗർകോവിൽ വെച്ച ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നു. 2022 മെയ് 15-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഈ ആത്മായ രക്തസാക്ഷി ചൂണ്ടിക്കാണിച്ചു തരുന്ന പാഠം എന്താണ്? 33-ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിക്കുന്നു. 39-ാം വയസ്സിൽ 39 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവൻ രക്തസാക്ഷിയായിട്ട് തീരുകയാണ്. 6 വർഷത്തോളമാണ് അവൻ ജീവിക്കുന്നത് യേശുവിനെ അറിഞ്ഞതിന് ശേഷം. ആ 6 വർഷങ്ങൾ കുട്ടിയമായ പീഡനങ്ങളിലൂടെ ദേവസഹായം പിള്ള കടന്നുപോകുന്നുണ്ട്. നമ്മൾ എന്ന് യേശുവിനെ അറിയുന്നുവെന്നുള്ളതിലല്ല, നമ്മൾ എങ്ങനെ യേശുവിന് സാക്ഷികളായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിലല്ല, ജനിച്ചപ്പോൾ മുതൽ ഒരുപക്ഷെ നമ്മളൊക്കെ യേശുവിലുള്ള വിശ്വാസം സ്വീകരിച്ചവരായിരിക്കാം. നമ്മുടെ വിശ്വാസമൊക്കെ എവിടെ നിൽക്കുന്നു? ഈ ദേവസഹായ പിള്ളയെ നമ്മൾ ഓർക്കുമ്പോ 6 വർഷത്തോളം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി സാക്ഷിയായി തീർന്ന ഒരു രക്തസാക്ഷി. നമ്മളിവിടെ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു വ്യക്തിയുണ്ട്, അത് ഡിലനായിയാണ്. ആ യുദ്ധം സ്വർഗം ഒരുപക്ഷെ ദേവസഹായം പിള്ള എന്ന ഒരു ആത്മായ രക്തസാക്ഷിയെ സഭയ്ക്ക് നൽകുവാൻ വേണ്ടിയായിരിക്കാം ആ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈനികർ പരാജയപ്പെടുന്നതും ഡിലനായിയെ യുദ്ധത്തടവുകാരനായിട്ട് പിടിക്കുന്നതും ഡിലനായി നീലകണ്ഠൻ പിള്ളയെ പരിചയപ്പെടുന്നതും പിന്നീട് നീലകണ്ഠൻ പിള്ള ദേവസഹായം പിള്ളയായിട്ട് മാറുന്നതുമൊക്കെ സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു. സ്വർഗം കണ്ടിരുന്നു ആരെ? നീലകണ്ഠൻ പിള്ളയിൽ ഒരു ദേവസഹായത്തെ സഭയ്ക്ക് നൽകുവാൻ വേണ്ടി, ഇന്ത്യയുടെ സഭയ്ക്ക് വേണ്ടി ഒരു ആത്മായ രക്തസാക്ഷി നൽകുവാൻ സ്വർഗം മുൻകൂട്ടി കണക്കുകൾ കൂട്ടിയിരുന്നു. ദേവസഹായ പിള്ള മരിച്ച് 300 വർഷങ്ങളുടെ അടുത്താകുമ്പോൾ